നമ്മൾ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു പാർലമെൻറ്റ് ഹൗസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ വിശാലമായ ഒരു സ്ഥലമുണ്ടായിരുന്നല്ലോ. അത് അവിടെ നിന്ന് മാറ്റി ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയ സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നും ഇറങ്ങി നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അതങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. ഇതാണ് പുതിയ പാർലമെൻറ്റ് ഹൗസ്. ഡൽഹിയിൽ വരുമ്പോൾ കാണേണ്ട മറ്റൊരു അട്രാക്ഷനാണ് ജന്തർ മന്ദിർ എന്ന് പറയും. അപ്പോൾ ഈ 1724 കിങ് സവായ് ജയ്സിംഗ് രണ്ടാമൻ ആണ് ഇത് നിർമ്മിച്ചത്. നമുക്കിവിടെ നിന്ന് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ സമയം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് പണിതത്. ഇന്ത്യയിൽ 5 ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്. ഒരു കാലത്ത് ഒരുപക്ഷേ ലോകത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ചത്, ഒരുപക്ഷെ നല്ല കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. പക്ഷേ അത് റെക്കോർഡിൽ വരുമ്പോൾ എല്ലാം ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ 1724 സമയം കണ്ടുപിടിക്കാനും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായിട്ടുള്ള ഡിസ്റ്റൻസ് അളക്കാനും ഒക്കെ ഉള്ള ഒരു കാൽക്കുലേഷനാണ് ഈ ജന്തർ മന്ദിറിൽ നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നത്. 17-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ ഇത്തരം കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടിരുന്നുള്ള ഒരു രാജ്യമാണെന്ന് കാണണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശാലമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഏതൊരു സ്ഥിതിയിലാണ് നിന്നിരുന്നത്. ഞാൻ പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പുള്ള കാലമാണ്. ഇതിനകത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം ഏതോ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത്. ഈ 17th സെഞ്ച്വറിയിൽ 1724 ഇതിൻ്റെ തുടക്കം ഇട്ടതെങ്കിലും 5 വർഷത്തോളം എടുത്ത് ഇതിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കാനായിട്ട്. ഇതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിട്ടുള്ള ഭൂമിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ കഴിയുന്ന രീതിയിലുള്ള അന്നത്തെ കാൽക്കുലേഷൻ രീതികളാണ് ഇതിൻ്റെ നിർമ്മിതിയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. ഇതിന് പറയുന്നത് സാമ്രാട്ട് യന്ത്ര എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു യന്ത്രം പോലെയും തോന്നുന്ന ഒരു കട്ടടം പോലെ ഇരിക്കുന്നെങ്കിലും 17-ാം നൂറ്റാണ്ടിൽ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന, അന്ന് വാച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു ദിവസം മൊത്തം സമയം കണ്ടുപിടിക്കാനും സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ഡിസ്റ്റൻസ് അളക്കാനുമൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം അന്ന് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ജന്തർ മന്ദിറിൽ വരുമ്പോൾ മിസ്ർ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പുറകിൽ കാണുന്നത്. ഇതും ആ കാലത്ത് നമുക്ക് മെഷീനറിയൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു ബിൽഡിംഗ് ആയിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇതിന്ന് നമുക്കന്ന് സമയത്തിൻ്റെയോ സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം അളക്കാനായിട്ടും ഇതിന്ന് എന്തോ ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാം യന്ത്ര എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യന്ത്രങ്ങളൊന്നുമില്ല, കെട്ടിടത്തിൻ്റെ കുറച്ച് അലൈൻമെൻറ്റും വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും മെഷീനറി ആയിട്ടൊന്നുമില്ല, ആ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്ത രീതിയിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഇറ്റലിയിൽ പൊളിഞ്ഞ് പോകുന്ന കൊളോസിയം ഉണ്ടല്ലോ,
ആ കൊളോസിയത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിലൊക്കെ എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ഉണ്ട്. അന്ന് 17-ാം നൂറ്റാണ്ടിൽ ഇത്രയും ശാസ്ത്രീയപരമായ ഈ കെട്ടിടം കെട്ടുകയും ഇതിൽ നിന്ന് പല കണ്ടുപിടുത്തങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അഭിമാനം കൊള്ളേണ്ടതാണ്. ഹുമയൂൺ ടോംബിൽ വരുമ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ എൻട്രിയാണ്. ഇത്രയും വലിയ ഡോറൊക്കെയാണ്, തടിയിലാണ്, ഏറ്റവും വലിയതാണ്. അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ വലിയ ഹോളുകളൊക്കെ കാണുന്നുണ്ട്. ഹുമയൂൺ രാജാവിൻ്റെ ഭാര്യ ഹാജി ബേഗം ആണ് നിർമ്മിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയുള്ളത്.